ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങൾ. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായിട്ട് മാലാഖിയുടെ പ്രവചനം 3-ാം അധ്യായത്തിൽ നിന്ന് ആദ്യം 6-ാമത്തെ വാക്യം വായിക്കാം. പഴയ നിയമത്തിലെ ഒടുവിലത്തെ പുസ്തകം മാലാഖിയുടെ പ്രവചനം 3:6 നാം ഇങ്ങനെ വായിക്കുന്നു: യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാരെ നിങ്ങൾ മുടിഞ്ഞ് പോകാതിരിക്കുന്നു. കഴിഞ്ഞ ചില സന്ദേശങ്ങൾ മാലാഖിയുടെ പ്രവചനത്തിൽ നിന്നാണ് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. അപ്പോഴൊക്കെ ഈ വാക്യമാണ് ഞാൻ ആദ്യമായിട്ട് വായിച്ചത്. അതുതന്നെയാണ് ഇന്നും വായിക്കുവാനായിട്ട് ദൈവാത്മാവ് എന്നെ പ്രേരിപ്പിച്ചത്. നാം കർത്താവിനെ ആരാധിച്ച് ദൈവസന്നിധിയിൽ ഇരുന്ന സമയത്ത് പാടിയ ഒരു മനോഹരമായ ഗാനം അതിലാവർത്തിച്ച് യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ എന്ന് നാം പാടുകയായിരുന്നു. ഇന്നലെയും ഇന്നും എന്നേക്കും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ മക്കൾ എന്നുള്ള നിലയിൽ നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും ആ ദൈവത്തെ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് ആ ദൈവത്തോട് വിശ്വസ്തത പുലർത്തുവാനായിട്ട് ആവശ്യമുണ്ട്. കഴിഞ്ഞ സന്ദർഭങ്ങളിൽ പറഞ്ഞതായിരിക്കുന്ന ഭാഗങ്ങളിലേക്കൊന്നും ഞാൻ ആവർത്തനമായിട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഭാഗത്ത് ദൈവം ഇസ്രായേൽ ജനത്തോട്, യാക്കോബിൻ്റെ പുത്രന്മാരോട് താൻ ചില കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, അങ്ങനെയുള്ള പല കാര്യങ്ങൾ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചതാണ്. എന്നാൽ അവർ ചോദിക്കുക അതിനെ എതിരെ, നീ ഏതിനാൽ ഞങ്ങളെ സ്നേഹിക്കുന്നു? നിങ്ങൾ എന്നെ മുഷിപ്പിക്കുന്നു, ഞങ്ങളെ ഏതിനാൽ മുഷിപ്പിക്കുന്നു? ദൈവത്തോട് പ്രത്യുത്തരം പറയുന്ന മനുഷ്യയാണ് നീ ആർ? ദൈവത്തോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, അങ്ങനെ അവർ ചോദിക്കുവാനായിട്ട് ഇടയായി തീർന്നത് ദൈവം അവരോട് എങ്ങനെ വർത്തിക്കുന്നു, ദൈവം അവരുടെ ജീവിതത്തിൽ ആരാണ്, ഇത്യാദി കാര്യങ്ങൾ അവർ ബോധപൂർവം മറന്നു പോകുന്നത് കൊണ്ടാണ്. ഒന്നോർത്താൽ നമുക്കറിയാം, ഈ ജനം എവിടെ കിടന്നതാ? അവിടെ നിന്നൊക്കെ വേദപുസ്തകത്തിലെ വാക്യം പറഞ്ഞാൽ നീട്ടിയ ഭുജത്താൽ, ദൈവത്തിൻ്റെ നീട്ടിയ ഭുജത്താൽ വിടുവിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് കൊണ്ടുവന്ന് ഒരു അമ്മ തൻ്റെ കുഞ്ഞിനെ ഓമനിക്കുന്നത് പോലെ, ശുശ്രൂഷിക്കുന്നത് പോലെയൊക്കെ ഈ ജനത്തെ ഈ ദൈവം നടത്തുന്നു എന്നുള്ളത് ബൈബിൾ പരിചയമുള്ള എല്ലാവർക്കും അറിയാം. ഇസ്രായേലിന് നന്നായിട്ട് അറിയാം. പക്ഷേ അവർ അത് മറന്ന് നിസാര പ്രയാസങ്ങളും പ്രതികൂലങ്ങളൊക്കെ ജീവിതത്തിൽ വരുമ്പോൾ ദൈവം ചെയ്ത വലിയ നന്മകളെയൊക്കെ മറന്നിട്ട് ദൈവത്തിനെതിരെ പിറുപിറുക്കുക, ദൈവത്തിനെതിരെ കൊടി പിടിക്കുക, നീ എന്ത് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെയുള്ളതായിരിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ജനം ദൈവത്തോട് ചോദിക്കുന്നത്. എന്തിനാ ഇപ്പം ഇത് നമ്മൾ വായിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നാം ഇസ്രായേലിനേക്കാൾ 10 മടങ്ങല്ല 100 മടങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവരാ. ഇസ്രായേലിന് ഒരു നിലയിൽ പറഞ്ഞാൽ അവർക്ക് ഭൗതികമായ അനുഗ്രഹങ്ങൾ ദൈവം കൊടുത്ത് അവരെ ഈ ലോകത്തിൽ നിന്ന് വേർതിരിച്ച് തൻ്റെ സ്വന്തം ജനമാക്കിയെങ്കിൽ നമുക്ക് സ്വർഗത്തിലെ കുറച്ച് അനുഗ്രഹമൊക്കെ തന്നല്ല, സകല അനുഗ്രഹവും ക്രിസ്തുയേശുവിൽ കലവറ കൂടാതെ തന്ന് സ്നേഹിച്ച് പോറ്റി പുലർത്തി ഇന്നും നമ്മെ ഇവിടെ കൊണ്ടുവന്നു. ഇല്ലേ അമ്മച്ചി? ഇന്നും വരുവാനുള്ള ആരോഗ്യവും ആയുസ്സും എല്ലാം തന്നു, ശരീര ആത്മദേഹികൾക്ക് ബലം തന്ന് കൊണ്ടുവരുമ്പോൾ നാം ഈ ദൈവത്തോട്
എത്രത്തോളം വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് ചിന്തിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ സ്വഭാവം തന്നെ മാറും. ഇന്ന് നാം ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നാം ചെയ്യുന്നതും പോകുന്നതും കൊടുക്കുന്നതുമൊക്കെ എങ്ങനെയാ ഇതൊക്കെ ചെയ്യാതിരിക്കുക? ചെയ്തില്ലെങ്കിൽ മറ്റുള്ളവർ ചോദിച്ചാലോ എന്നൊക്കെ കരുതിയ അല്ലേ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ മഴയായിരുന്നു. മിക്കവാറും എല്ലാവർക്കും പുതച്ചു മൂടി കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു. ഞാനും ചിന്തിച്ചു 6 മണിക്ക് അലാറം കേട്ടപ്പം ഒരു 10 മിനിറ്റ് കൂടി കിടക്കാൻ പറ്റിയായിരുന്നു നല്ലതായിരുന്നു. പക്ഷെ ആ 10 മിനിറ്റ് കിടന്നു കഴിഞ്ഞാൽ ഇവിടെ 10 മിനിറ്റ് വൈകും. ഇവിടെ 7:30 സാധാരണ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം. എന്നാൽ ഞങ്ങളുടെ മോൻ വളരെ മോശമാണ്. അവിടെ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമമൊക്കെ ചെയ്തിട്ടാണ് പോകുന്നത്. പക്ഷെ ഇന്നവൻ വന്ന് 9:15. അപ്പോൾ എനിക്ക് പ്രസംഗിക്കാൻ പറ്റുമത് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും പറഞ്ഞേ മതിയാവും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, വൈകിട്ട് നീ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ ദൈവത്തിന് ആരെയും ആവശ്യമില്ല. ദൈവം ആരാണെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നുണ്ട്, നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ കർത്താവ് ഇവിടെ എപ്പോൾ ഒന്ന് കാണും? ഒരിക്കലും ദൈവത്തോട് നമ്മൾ കളിക്കരുത്. അത് ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് ദൈവം നമ്മെ സഹായിക്കട്ടെ. യഹോവയായ ഞാൻ മാറാത്തവൻ, വാക്കുമാറാത്ത ദൈവം, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവം, അവൻ നമുക്ക് വാക്കുമാറാത്തവനായി, മാറാത്ത ദൈവമായി കൂടെയുള്ളത് കൊണ്ട് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നു, നശിച്ചു പോകാതിരിക്കുന്നു. അത് ദൈവത്തിൻ്റെ മഹത്വമാണ് എന്നോർക്കുക. ഇന്ന് നമുക്ക് ചില ചോദ്യങ്ങളിലൂടെ പോകണമെന്നുള്ള താല്പര്യമാണുള്ളത്. എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 3-ന്റെ 7-ാം വാക്യം നമുക്ക് വായിക്കാം. 3-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: വായിച്ച ഈ വാക്യം ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മോട് സംസാരിക്കുവാൻ കാരണമായി തീരട്ടെ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇവിടെ ദൈവം ആ ജനത്തെ നോക്കി വളരെ ദുഃഖത്തോടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താ അവിടെ നാം വായിക്കുന്നത്? നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു. ഇത് ദൈവം ആ ജനത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമാണ്. ആ ജനത്തെ ആ ജനത്തോടൊപ്പം വസിക്കണമെന്ന് ആഗ്രഹിച്ച് ആ ജനത്തെ വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ചും ആ കൂടെ ഇരിക്കുന്ന ദൈവമാണ് ഇസ്രായേലിൻ്റെ ദൈവം. ദൈവം ഇത്ര അടുത്തിരിക്കുന്ന ശ്രേഷ്ഠജാതി, ആ ശ്രേഷ്ഠജാതി എന്ന് പ്രശംസനീയമായി പറഞ്ഞ ആ ജനത്തെ മുഖത്ത് നോക്കി ദൈവം പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ നിങ്ങൾ എങ്ങനെയാണ്? തെറ്റി നടക്കുന്നവരാണ്. നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾ തെറ്റി നടക്കുന്നു എന്ന് കണ്ടാൽ ഏത് മാതാപിതാക്കന്മാരാ തിരുത്താൻ ശ്രമിക്കാത്തത്? മോനെ അങ്ങനെ പോകരുത്, മോളെ അങ്ങനെ പോകരുത്, ആ വഴി ശരിയല്ല, ആ സംസാരം ശരിയല്ല, ആ വാക്ക് ശരിയല്ല എന്ന് നമ്മൾ തെറ്റി നടക്കുന്ന മക്കളെ തിരുത്തുന്നവരാണ്. അത് വേണം. ഞാൻ ചോദിക്കട്ടെ, നമ്മളും ചെറുപ്പത്തിൽ അതൊക്കെ ചെയ്തവരല്ലേ? ഞാനും ഇങ്ങനെയൊക്കെ ചെയ്തത്. അതുകൊണ്ട് ഞാൻ എങ്ങനെയാ പറയുക എന്നൊന്നും ഒരു മാതാപിതാക്കന്മാരും ചിന്തിക്കാറില്ല. അപ്പോൾ തെറ്റി നടക്കുക എന്നുള്ളത് മാനുഷ്യമായിട്ട് ചിന്തിച്ചാൽ പോലും നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, തെറ്റുകാരായിരിക്കുന്ന മാതാപിതാക്കന്മാർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധനായ ദൈവം താൻ വിശുദ്ധീകരിച്ച ജനത്തെക്കുറിച്ച് ഇങ്ങനെ പറയേണ്ടി വന്നാൽ അതെന്ത് ഗതികേടാണ് എന്ന് ഓർത്തിരിക്കണം. ഈ ജനം തൻ്റെ വർത്തമാനകാലത്ത് ചെയ്യുന്ന പാപത്തെ അല്ല ഇവിടെ
കർത്താവ് ഓർമ്മപ്പെടുത്തുന്നത്. ഇവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ അവർ തെറ്റി നടക്കുകയാണ്. അപ്പൊ അവിടെ പറയുന്നത്, നിങ്ങൾ തെറ്റി നടക്കുന്നത് ഏതിനോട് ബന്ധപ്പെടുത്തിയാണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ. അപ്പോൾ ദൈവം എല്ലാ കാലഘട്ടത്തിലും തന്റെ മക്കളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? ദൈവത്തിന്റെ ചട്ടങ്ങളും കൽപ്പനകളും അനുസരിച്ച് നടക്കുന്നവരായിരിക്കണമെന്നാണ്. അതാണ് ഭാഗ്യകരമായ കാര്യം. 112 സങ്കീർത്തനത്തില്, അതുപോലെ മറ്റ് ഇതര സങ്കീർത്തനങ്ങളിലൊക്കെ 128 സങ്കീർത്തനത്തിലൊക്കെ നാം വായിക്കുന്നുണ്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ യഹോവയെ, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുക എന്നുള്ളത് ദൈവം നമ്മെ ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഇല്ലെങ്കിൽ ദൈവം അത് പരിതാപകരമായ ആ അവസ്ഥയെ എടുത്ത് നമ്മുടെ മുൻപിൽ വയ്ക്കുകയാണ്. അത് നാം ഒന്ന് ചിന്തിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ആ ദൈവത്തെ ശരിയായ നിലയിൽ അറിഞ്ഞ് ആ ദൈവത്തിന്റെ ചട്ടങ്ങളിലേക്കും കൽപ്പനകളിലേക്കും മടങ്ങി വരുവാനുള്ള ഒരു ആഹ്വാനമാണ് ഈ വാക്യത്തിൽ തരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ പിതാക്കന്മാരൊക്കെ ആയിട്ട് തെറ്റിച്ചു പോകുന്ന കാര്യമാണ് ഇനി ഞങ്ങളായിട്ട് ഇത് ഒരു പുത്തിരിയല്ല, ഇങ്ങനെയൊക്കെയേ പോകുകയുള്ളൂ എന്നൊക്കെ ചിന്തിച്ച് വേണമെങ്കിൽ പോകാം. പക്ഷേ ദൈവം ദീർഘക്ഷമയോടുകൂടെ കാത്തിരിക്കുന്ന കാര്യം തെറ്റിപ്പോയ തന്റെ മക്കൾ മടങ്ങി വരണമെന്നുള്ളതാ. ഒരു തലമുറ കഴിഞ്ഞു, 2 തലമുറ കഴിഞ്ഞു, 3 തലമുറ കഴിഞ്ഞു. എത്ര തലമുറകൾ തെറ്റി നടന്നാലും മടങ്ങി വരുന്ന ഒരു തലമുറയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവമാണ് ബൈബിൾ വെളിപ്പെടുത്തുന്ന, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന ദൈവം. ഈ വേദപുസ്തകത്തിന്റെ ഇതിവൃത്തം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിൽ നിന്ന് പിൻവാങ്ങിപ്പോയ മനുഷ്യന്റെ മടങ്ങിവരവാണ്. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മടങ്ങിവരവിന്റെ ഒരു വളരെ മനോഹരമായ ഒരു സംഭവം പറയുകയുണ്ടായി. അതിന് നാം പേരിട്ടിരിക്കുന്നത് മുടിയനായ പുത്രന്റെ മടങ്ങിവരവ്. തന്റെ അപ്പന്റെ വസ്തുവകയിൽ തനിക്ക് അർഹമായതൊക്കെയും വാങ്ങി ദൂരദേശത്ത് തന്നിഷ്ടപ്രകാരം ജീവിച്ച് പാപത്തിൽ തിമർത്താടി എല്ലാം നഷ്ടപ്പെട്ട് ഒരു ഭിക്ഷക്കാരനെ പോലെ തന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് സുബോധം വന്നപ്പോൾ മടങ്ങി വരുന്ന അവനെ ദൂരത്ത് കണ്ട് ഓടിച്ചെന്ന് കഴുത്ത് കെട്ടിപ്പിടിച്ച് വീട്ടിലേക്ക് ആനയിക്കുന്ന പിതാവിന്റെ സ്നേഹം എങ്ങനെ മനസ്സിലായി കാണും? സുമുഖനായ, വളരെ മനോഹര രൂപിയും വളരെ ആരോഗ്യ ദൃഢഗാത്രനുമായ ഒരു ചെറുപ്പക്കാരനാണ് ഈ വീട് വിട്ട് ഇറങ്ങിപ്പോയത്. ഇപ്പോൾ വരുന്നത് കണ്ടാൽ ഒരു പേക്കോലമായിട്ടാണ് അവൻ മടങ്ങി വരുന്നത്. അടുത്ത് വന്നപ്പോ, എടാ നീയായിരുന്നോ, എനിക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞ് തിരിച്ചറിയേണ്ടതിന് പകരം അങ്ങകലെ വെച്ച് തന്നെ അവൻ മടങ്ങി വരുമ്പോൾ അതെന്റെ മകനാണെന്ന് തിരിച്ചറിയുവാൻ കഴിയുന്ന ഒരു പിതാവ് ഇതെന്താ കാണിക്കുന്നത്? അവൻ വീട്ടിൽ നിന്നിറങ്ങിയത് മുതൽ അവൻ എന്തൊക്കെ സംഭവിച്ചിരിക്കാമെന്ന് കണക്കുകൂട്ടൽ ഈ പിതാവിനുണ്ടായിരുന്നു. എന്നാലും എന്റെ മകനായതുകൊണ്ട് ഒരു നാളിൽ എല്ലാം നശിപ്പിച്ച് ഒരു മുടിയൻ പുത്രനായി മടങ്ങി വരുന്ന ചിന്ത അവനെ മതിച്ചു തുടങ്ങിയ ദിവസങ്ങളിലാണ് ആര് വന്നത്? ഈ പുത്രൻ വന്നത്. അതുകൊണ്ട് ആ പിതാവിന് മനസ്സിലായത്. എന്ന് പറഞ്ഞാൽ ഒരു തന്റെ മകൻ പോയത് മുതൽ മടങ്ങി വരുവാൻ ആവലോടുകൂടെ കാത്തിരിക്കുന്ന ഒരു പിതാവിനെ കുറിച്ചുള്ള കഥ കർത്താവ് പറയുമ്പോൾ അത് സ്വർഗത്തിലെ ദൈവത്തെ മടങ്ങി വരുവാൻ ആഗ്രഹിച്ച് മനുഷ്യർ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ സ്നേഹാർദ്രമായ ഒരു പ്രവൃത്തിയെയാണ് അവിടെ പ്രതിഫലിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ,
ബൈബിൾ വെളിപ്പെടുത്തുന്ന ദൈവം ഒരു തെറ്റും ചെയ്യാത്ത കുറെ പേരെ തൻ്റെ അടുക്കൽ ചേർക്കാനായിട്ട് ആഗ്രഹിക്കുന്നവനല്ല. തെറ്റിപ്പോയ തൻ്റെ സൃഷ്ടികൾ മടങ്ങി വരണം, തെറ്റിപ്പോയ തൻ്റെ മക്കൾ ഭവനത്തിലേക്ക് മടങ്ങി വരണമെന്ന് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ദൈവമാണ്. അതാ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ കാലം മുതൽ എന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതെ തെറ്റി നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ദൈവം പറയുകയാണ്, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ. എന്ത് സ്നേഹത്തോടെയാണ് അത് പറയുന്നത്. പലപ്പോഴും തെറ്റ് ചെയ്ത മക്കൾക്ക് മാതാപിതാക്കളുടെ അടുക്കിലേക്ക് വിളിച്ചാൽ പോലും ചെല്ലുവാൻ ഭയമാണ്. എന്താ സംഭവിക്കുന്നത് എന്നുള്ളതായ ഭയം, ശിക്ഷയെക്കുറിച്ചുള്ളതായിരിക്കുന്ന ബോധ്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ദൈവം പറയുകയാണ്, നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക, നിങ്ങൾ എന്നെ ഭയപ്പെടുവാനായിട്ട് ആവശ്യമില്ല, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുകയാണ്. നമ്മുടെ ദൈവം നമ്മൾ ഒരു സ്റ്റെപ്പ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ എടുത്തു വച്ചാൽ ദൈവം അതുപോലെ തന്നെ നമ്മുടെ അടുക്കിലേക്ക് താനും സ്റ്റെപ്പ് വയ്ക്കുന്നവനാണ്. യാക്കോബ് തന്റെ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തോട് അടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോ ഇന്ന് നാം പിശാചുമായി, സാത്താന്യ പ്രവർത്തികളുമായി ചില ഒരു കൂട്ടുകെട്ടിലാണ് നാം പോകുന്നത്, അല്ലെങ്കിൽ ലോകമയത്വത്തിലാണ് ദൈവജനം ഇന്ന് പോകുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ അടുക്കലേക്ക് വരുവാനായിട്ട് വിശ്വാസിക്ക് ഇന്ന് വളരെ വിമുഖതയാണ്, കഴിയുന്നില്ല. സാത്താനോട് എതിർത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ദൈവത്തോട് അടുത്ത് വരുവാനായിട്ട് കഴിയും. അപ്പൊ അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെങ്കിൽ യഥാർത്ഥമായിരിക്കുന്ന ഒരു മാനസാന്തരം ആവശ്യമാണ്. പാപിയായിരിക്കുന്ന മനുഷ്യനും ദൈവത്തിങ്കിലേക്ക് വരുന്നതിന് മുമ്പ് ആവശ്യമായിട്ടുള്ളതായിരിക്കുന്ന ഏറ്റവും പ്രധാനവും പ്രഥമവുമായ കാര്യമെന്ന് പറയുന്നത് എന്താണ്? മാനസാന്തരമാണ്. യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ രക്ഷിക്കപ്പെടുമെന്ന് വേദപുസ്തകം പറയുന്നുണ്ടല്ലേ? പക്ഷെ അതിനു മുമ്പ് എന്ത് സംഭവിക്കണം? മാനസാന്തരം സംഭവിക്കണം. കർത്താവ് എന്താ പറഞ്ഞു? കാലം തെളിഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കണം. അപ്പോൾ ഒരു പാപിയായിരിക്കുന്ന മനുഷ്യന് മാനസാന്തരം വരുന്നില്ലെങ്കിൽ അവന് ദൈവത്തിങ്കിലേക്ക് വരുവാൻ കഴിയുകയില്ല, സുവിശേഷം വിശ്വസിക്കുവാൻ കഴിയുകയില്ല, നിത്യജീവന്റെ അനുഭവത്തിലേക്ക് വരുവാൻ കഴിയുകയില്ല. അവൻ മാനസാന്തരപ്പെടണം. അപ്പൊ പാപിയായിരിക്കുന്ന മനുഷ്യന് മാനസാന്തരപ്പെടണം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെയും പെട്ടെന്ന് മനസ്സിലാവും. എന്നാൽ ദൈവത്തിന്റെ ജനമായിരിക്കുന്ന നമുക്കും എന്താവശ്യമാണ്? മാനസാന്തരം ആവശ്യമാണ്. ഏതേത് കാര്യങ്ങളൊക്കെയാണ് രക്ഷിക്കപ്പെട്ടവർ ചെയ്യുവാനായിട്ട് ദൈവത്തിന്റെ വചനം അനുശാസിക്കുന്നത്? ഏതൊക്കെ കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്, ഏതൊക്കെ പ്രമാണങ്ങൾ പുതിയ നിയമത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്, അതിൽ നിന്നൊക്കെയും വീണുപോയ ഒരു അവസ്ഥയുണ്ടോ എന്ന് പരിശോധിച്ച് നാം മടങ്ങി വരണം, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. ഇവിടെ പറയാണ്, എന്റെ അടുക്കലേക്ക് മടങ്ങി വരണം. ഈ ജനം എത്രയോ വട്ടം ദൈവത്തിൽ നിന്ന് അകന്നുപോയ ജനമാണ്. നമുക്കറിയാം, മിസ്രൈമിൽ അടിമകളായി തീർന്ന കാലഘട്ടം. അവർ ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങി യെരൂശലേമിൽ നിന്ന് ബാബേലിലേക്ക് പ്രവസിക്കപ്പെട്ടു. അവിടെ അവർ അടിമകളാണ്. ആ ജനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന യിരെമ്യാവിന്റെ പ്രാർത്ഥനകൾ അവസാനിക്കുന്ന 2 വാക്യങ്ങൾ ഉണ്ട്. വിലാപങ്ങൾ അതിന്റെ 5-ാം അധ്യായം 21-ാം വാക്യം. വിലാപങ്ങൾ 5-ാം അധ്യായം അതിന്റെ 21-ാം വാക്യം. അവിടെ നാം വായിക്കുന്നത്,
യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തേണമേ. ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ഒരു നല്ല കാലം വരുത്തേണമേ. അല്ല, നീ ഞങ്ങളെ അശേഷം ത്യജിച്ചു കളഞ്ഞിരിക്കുന്നുവോ? ഞങ്ങളോട് നീ അതികഠിനമായി കോപിച്ചിരിക്കുന്നുവോ? ഒരു മടങ്ങി വരവിനായിട്ടുള്ള പ്രാർത്ഥന ആരാ പ്രാർത്ഥിക്കുന്നത്? ഇരമ്യാവ് പ്രാർത്ഥിക്കുകയാണ്. കരയുന്ന പ്രവാചകൻ എന്ന അപരനാമമുള്ള ഇരമ്യാവ് ആ ജനത്തിന്റെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അവർ മടങ്ങി വരേണ്ടത് എവിടെ നിന്ന് എവിടേക്കാണ്? ബാബേലിൽ നിന്ന് യെരൂശലേമിലേക്കാണ്, നമുക്കറിയാം. പക്ഷെ ഇരമ്യാവ് പ്രാർത്ഥിക്കുന്നത് എന്താ? ഇവർ ബാബേലിലേക്ക് പോകുവാനുള്ള കാരണമെന്തോ, ആ കാരണത്തിന് പരിഹാരം വരാതെ അവർക്ക് യെരൂശലേമിലേക്ക് കാലുകുത്താൻ കഴിയയില്ല. എന്തുകൊണ്ടാണ് ഇവർ ബാബിലോണിൽ അടിമകളായി പോയത്? അവർ ദൈവത്തെ ത്യജിച്ചു കളഞ്ഞു. ദൈവവചനത്തെ കീറി കത്തി കൊണ്ട് കണ്ടിച്ച് ഞെരിപ്പോടിലിട്ട് കത്തിച്ച് രാജാവിനോ രാജാവിന്റെ കൂട്ടാളികൾക്ക് ആർക്കും ഒരു വേദനയും ഉണ്ടായില്ല. മാത്രവുമല്ല, ആ ദൈവവചനത്തിൽ എഴുതിയിരുന്ന പ്രമാണങ്ങളെ അവർ തലമുറകളായിട്ട് അവഗണിച്ചു, ചട്ടങ്ങളെ അനുസരിച്ചില്ല. അപ്പൊ ദൈവത്തെ തള്ളി, ദൈവവചനത്തെ തള്ളി അവർ ദൈവത്തിൽ നിന്നാണ് ഒന്നാമത് എന്ത് ചെയ്തത്? പിന്മാറിപ്പോയത്. അതിന്റെ ശിക്ഷയായിട്ടാണ് അവർ യെരൂശലേം വിട്ട് എവിടേക്ക് പോകേണ്ടി വന്നത്? പ്രവാസദേശത്തിലേക്ക് പോകേണ്ടി വന്നത്. ഇരമ്യാവ് പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ എവിടേക്ക് മടക്കി വരുത്തണം? 21 വാക്യം ശ്രദ്ധിച്ചോ? നിങ്കലേക്ക്, ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. ദൈവത്തിങ്കലേക്ക് മടങ്ങി വരണം. ഞാൻ പറയട്ടെ, ദൈവത്തിൽ നിന്ന് തെറ്റിപ്പോയതായിരിക്കുന്ന, ദൈവത്തിന്റെ കൽപ്പനകളെ തൃണവൽക്കരിച്ച് ജീവിക്കുന്ന വിശ്വാസിയോട് ഞാൻ പറയുകയാണ്, എല്ലാ ആഴ്ചയും മുടങ്ങാതെയും നേരത്തെയും ആരാധനയ്ക്ക് വന്നതുകൊണ്ടോ അപ്പവീഞ്ഞുകളിൽ പങ്കെടുത്തതുകൊണ്ടോ ഗുണമൊന്നുമില്ല. എന്താ വേണ്ടത്? നീ എവിടെ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യണം. എന്താ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറഞ്ഞ കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. വെളിപ്പാട് പുസ്തകത്തെ കുറിച്ചുള്ള പഠനത്തിൽ ബുധനാഴ്ചയിൽ നാം ചിന്തിക്കുവാനിടയായി തീർന്നു. എന്താണ് ആദ്യ സ്നേഹം? ആദ്യ സ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നാം മാറിപ്പോയി എന്നുള്ളതാണ്. ദൈവത്തോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് തിരിച്ചറിയുവാൻ ആർക്ക് കഴിഞ്ഞു? പ്രവാചകനായ ഇരമ്യാവിന് കഴിഞ്ഞു. അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചത്. ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ എവിടേക്ക് മടക്കി വരുത്തണം? എവിടേക്ക് മടക്കി വരുത്തണം? എന്താ കണക്ക് കൂട്ടിയത്? നിങ്കലേക്ക് മടക്കി വരുത്തണം. ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരണം. ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങി വരേണ്ടി വരുമ്പോൾ ഓർക്കണം, നിന്നെ അല്ലെങ്കിൽ നമ്മെ, നമ്മുടെ പുറമേ ഉള്ളവനെ കണ്ട്, നമ്മുടെ ശരീരത്തിന്റെ ഭാഷ കേട്ട്, വാക്കുകളുടെ അതൊന്ന് നോക്കി നമ്മെ വിലയിരുത്തുന്നവനല്ല നമ്മുടെ ദൈവം. നീ ദൈവത്തിങ്കിലേക്ക് വരുമ്പോൾ നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാണ് നമുക്ക് കാര്യമുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ വചനം അത് ഇരുവാഴ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് പ്രാണനെയും
സന്ധിമജ്ജകളെയും വേർപിടിക്കും വരെ അത് തുളച്ചു ചെല്ലുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ കണ്ണിന്റെ മുൻപിൽ നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവത്തിന്റെ മുമ്പാകെ നീ എത്ര കപടവേഷം ധരിച്ചാലും, ഞാൻ പറയട്ടെ, ദൈവം അത് മനസ്സിലാക്കും. അതുകൊണ്ട് യോഗങ്ങൾക്ക് വന്ന് നല്ല പ്രസംഗങ്ങൾ ചെയ്ത് അല്ലെങ്കിൽ നല്ല ശുശ്രൂഷകൾ ചെയ്ത് നന്നായി പാടി നന്നായി പെരുമാറിപ്പോയാൽ ദൈവം പ്രസാദിക്കുകയില്ല. അപ്പൊ എവിടേക്കാ മടങ്ങി വരേണ്ടത്? ദൈവത്തിങ്കലേക്ക്. ദൈവത്തിന്റെ വ്യക്തിത്വത്തെ ഇവിടെ പറയുക, ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണം. രമ്യാവ് പറയാ, ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണം. ഞങ്ങളെ നിങ്കലേക്ക് മടക്കി വരുത്തണം. ദൈവത്തിന്റെ ആ മഹത്വം നാം ഉൾക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. അങ്ങനെ മടങ്ങി വരുന്നവരുടെ അടുക്കലേക്ക് ആര് ചെല്ലും? ദൈവം ചെല്ലും. ഇല്ലെങ്കിൽ ദൈവം ചെല്ലും. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലെ 2 വ്യക്തികൾ പ്രാർത്ഥിക്കാൻ പോയി. വാക്കുകൾ കേട്ടാൽ നീതിമാനായ ഒരു മനുഷ്യൻ, വാക്കുകൾ കേട്ടാൽ എന്തെല്ലാം കാര്യം ചെയ്യുന്നത്? പഴയ നിയമത്തിൽ പറയുന്ന മിക്കവാറും കാര്യമൊക്കെ ചെയ്യുന്നില്ലേ? ആഴ്ചയിൽ 2 വട്ടം നേടുന്നതിലൊക്കെ പതാരം കൊടുക്കുന്നു. പിന്നെ ഈ പിടിച്ചുപറിക്കാരും വ്യഭിചാരികളുമായിരിക്കുന്ന അങ്ങനെയുള്ള ശേഷം മനുഷ്യരെ പോലെ, പിന്നെ ഈ ആ ചുങ്കക്കാരനെ പോലെ ഞാനല്ലാകിയാൽ ദൈവമേ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അവന്റെ അടുക്കലേക്ക് ദൈവം ചെന്നില്ലെന്ന് മാത്രമല്ല, അവന്റെ നീളത്തോട് ദൈവം എതിർത്ത് നിന്നു. എന്നാൽ മറ്റേ മനുഷ്യനും അവന്റെ കുറ്റത്തെക്കുറിച്ച് ബോധമുള്ളവനായി അവൻ മാനസാന്തരപ്പെട്ട് അവൻ എന്ത് ചെയ്തു? അവൻ ദൈവത്തിങ്കിലേക്ക് ഒരു സ്റ്റെപ്പ് വെച്ചു. സ്വർഗത്തിലേക്ക് നോക്കുവാൻ അവൻ തുനിഞ്ഞതേയില്ല. ദൈവമേ, പാപിയായ എന്നോട് കരുണ. അവൻ നീതീകരിക്കപ്പെട്ടവനായും ഉയർത്തപ്പെട്ടവനായും വീട്ടിലേക്ക് പോകും. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തിങ്കിലേക്ക് വരുന്നത് എങ്ങനെയാണ്? മതങ്ങളിലെല്ലാം പഠിപ്പിക്കുന്നത് നല്ല വിശുദ്ധിയോടുകൂടെ ദേവാലയങ്ങളിലേക്ക് പോകണമെന്നാണ്. ഹിന്ദുക്കളാണെങ്കിൽ കുളിച്ച് ഈറനണിഞ്ഞു പോകും. ക്രിസ്ത്യാനികളാണെങ്കിൽ അലക്കി തേച്ച് പടപട ഉള്ള വസ്ത്രമൊക്കെ ഇട്ടിട്ട്, മുസ്ലിങ്ങളാണെങ്കിൽ ഇതൊക്കെ ചെയ്ത് അങ്ങ് ചെല്ലുമ്പോൾ കരിങ്കല്ലേൽ കാല് ചവിട്ടിത്തെ ചുരച്ച് വിശുദ്ധിയോടെ പോകും. കർത്താവ് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോൾ നിന്റെ വസ്ത്രം കീറിയതാകട്ടെ, അല്പം മുഷിഞ്ഞതാകട്ടെ, ദൈവം അത് നോക്കുന്നില്ല. നിന്റെ ഹൃദയത്തിന്റെ വിശുദ്ധിയാണ് ദൈവം നോക്കുന്നത്. ദൈവത്തോട് ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്ക് ഹൃദയ നിർമ്മലീകരണം അല്ലെങ്കിൽ ഹൃദയവിശുദ്ധിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ മുൻപിൽ താഴും, അവൻ നിന്നെ ഉയർത്തും. ദൈവം പറയാ, എന്റെ അടുക്കലേക്ക് മടങ്ങി വരുവീൻ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് മടങ്ങി വരുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഇത്രയും പച്ചനെ പറഞ്ഞിട്ടും ആ ജനം എന്താ ചോദിച്ചത്? ഞങ്ങൾ ഏതിൽ മടങ്ങി വരണം? പലപ്പോഴും നമുക്കും മടങ്ങി വരേണ്ടിയ മേഖലകൾ ഏതേതെന്ന് തിരിച്ചറിവില്ല. ജീവിതത്തിൽ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും വന്നെത്തിയിരിക്കുന്നത്. ആത്മീക ജീവിതം എന്ന് പറയുന്നത് അത് ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ. ഇത്രയൊന്നും ഭക്തി ആവശ്യമില്ല. നാട് ഓടുമ്പോൾ നടുവേ ഓടണം. ചേര തിന്നുന്ന നാട്ടിൽ ചെന്നാൽ ചേരയുടെ നടുത്തുണ്ടോ തിന്നണം. ഇത് വിശ്വാസ പ്രമാണമല്ല കേട്ടോ. നീ ദൈവത്തിന്റെ മകനാണ് എന്നുള്ളത് നിന്നെ ദൈവമാക്കുന്ന ഏതിടത്തും നീ മനസ്സിലാക്കുകയും അവിടെ വേർപാടും വിശുദ്ധിയും പാലിക്കുവാൻ നാം ഒരുക്കമുള്ളവരായിരിക്കണം.
എന്നാൽ മാത്രമേ ദൈവം നമ്മെ കൈക്കൊള്ളൂ. എന്നാൽ മാത്രമേ ആ ദൈവത്തിന്റെ സാമീപ്യം നമുക്കറിയുവാൻ കഴിയുള്ളൂ. വേർപാടിന്റെ ആ കൊടി ഉയർത്തിപ്പിടിക്കുവാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രശ്നം വരും. ഞാൻ ദൈവമകനാണെന്ന് പറഞ്ഞാൽ പൂമാലിട്ട് തരുമോ? ഇല്ല. ചിലപ്പോ കിട്ടിയെന്ന് വരും കേട്ടോ. ദൈവത്തിന്റെ മക്കൾ എന്നുള്ള പദവിയിൽ ജീവിക്കുമ്പോൾ ഈ ലോകം നമുക്ക് സമ്മാനിക്കുന്നത് എന്താ? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. പക്ഷേ ഉപദ്രവത്തിന്റെ നടുവിൽ മാറാത്ത ദൈവം നിന്നോട് കൂടെ ഉണ്ടായിരിക്കുന്നു. സ്തോത്രം. പക്ഷേ പ്രതിസന്ധികൾ വരുമെന്നോ ഉപദ്രവങ്ങൾ വരുമെന്നോ കരുതി ഞാൻ ആരായിരിക്കുന്നു എന്നുള്ളത് അത് തിരിച്ചറിയാതെ വണ്ണം പത്രോസ് ചെയ്തുപോലെ അകലം വിട്ട് പിൻചെല്ലുകയാണെന്ന് വന്നാൽ നീ ദൈവത്തിന്റെ പൈതലെ, നീ പലവട്ടം ജീവിതം കൊണ്ട് ദൈവത്തെ തള്ളി പറഞ്ഞിരിക്കും. ഒരു സംശയമില്ല. നീയും അവനോട് കൂടെ ഉള്ളവനല്ലേ? ഞാൻ ആ മനുഷ്യനെ അറിയുന്നില്ല. നിന്റെ ഉച്ചാരണം നീ ഗലീലക്കാരനാണ് എന്ന് തെളിയിക്കുന്നല്ലോ. നീയും അവനോട് കൂടെ ഉള്ളവന് ഞാൻ അവനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ് പ്രാകുവാൻ തുടങ്ങി. ആരാ? പത്രോസ്. പിന്നെ നമ്മുടെ കാര്യം പറയണം. പ്രിയപ്പെട്ടവരെ, പറയൂ. നാം ആരാണെന്ന് വെളിപ്പെടുത്തൂ. അത് ലോകത്തിൽ നമുക്ക് കഷ്ടം സമ്മാനിക്കുന്നതാണ്. പക്ഷേ കഷ്ടങ്ങളിൽ കൈവിടാത്ത കർത്താവ് നമ്മോട് കൂടെ ഉണ്ടായിരിക്കും. 3 ബാലന്മാർ തീയിലിടപ്പെടുന്നതിന് മുമ്പ് അവർ വിശ്വസിച്ച ദൈവത്തെക്കുറിച്ച് വളരെ വ്യക്തമായി അവർ പറഞ്ഞു, രാജാവേ, രാജാവ് നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കുകയില്ല. രാജാവിന്റെ കയ്യിൽ നിന്നും ഈ തീച്ചൂളയിൽ നിന്നും വിടുവിക്കുവാൻ ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം പ്രാപ്തനാണ്. അവർ മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ മറ്റൊരു കാര്യം കൂടെ ചേർത്ത് പറഞ്ഞു. ഒരു വേള ഞങ്ങളെ രാജാവിന്റെ കയ്യിൽ അകപ്പെടുവാൻ അനുവദിച്ചാലും, ഈ തീച്ചൂളയിൽ പോകേണ്ടി വന്നാലും, രാജാവെ, നീ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കുകയില്ല എന്ന് അറിഞ്ഞാലും. ഇതാ തിരിച്ചറിവ്. പല വിശ്വാസികളും ചിന്തിച്ചു, ഞാൻ വിശ്വാസി ആയതുകൊണ്ട് എന്റെ ജീവിതത്തിൽ എന്താ രോഗം വന്നത്, എന്റെ ജീവിതത്തിൽ എന്താ കഷ്ടം വന്നത്, എന്റെ ജീവിതത്തിൽ എന്താ മരണത്തെ കാണേണ്ടി വന്നത്. അത് നമ്മുടെ അറിവില്ലായ്മയാണ്. നാം തിരിച്ചറിയണം. രോഗം വരാം, മരണം വരാം, ദുഃഖം വരാം, കഷ്ടം വരാം, തീച്ചൂള വരാം. ചിലപ്പോൾ ദൈവം നമ്മെ അതിൽ നിന്ന് അത്ഭുതകരമായി വിടുവിക്കും. ഇല്ലെങ്കിൽ അതിലൂടെ നമ്മെ സൂക്ഷിക്കും. സ്തോത്രം. 3 ബാലന്മാരെ അല്ലയോ, 3 പേരെ അല്ലയോ നമ്മൾ തീയിലിട്ടത്? പക്ഷേ ഇപ്പൊ 4 പേരുണ്ട്. കൊണ്ടുപോയി ഇടാൻ പോയവരല്ല, അവരൊക്കെ ചാമ്പലായി പോയി. പിന്നെ ആരാ? രാജാവ് പറഞ്ഞു, ആ 4-മത്തവനുണ്ടല്ലോ, ദൈവദൂതനോടൊക്കുന്നു. തീയിലൂടെയും വന്ന് തീയുടെ ബലം കെടുത്തി നിന്നെ സംരക്ഷിക്കുവാൻ കഴിവുള്ള മാറാത്ത ദൈവം ഉള്ളപ്പോൾ ആ ദൈവത്തെ എന്തിനു നീ നാണിക്കുന്നു? BJP ഗവൺമെന്റ് വന്നാലോ നമ്മൾ എത്ര പേര് വിശ്വാസികളുണ്ടായിരിക്കും? കഴിഞ്ഞ ദിവസവും സുവിശേഷത്തിന് വേണ്ടി ചിലർ ജയിലിൽ അടയ്ക്കുന്നു. നാളുകളിൽ നമ്മുടെ നാട്ടിൽ ഇത് വരില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നാം സേഫ് സോണിലാണ് എന്ന് കരുതി ഇന്ന് പോകുന്ന ലാഘവത്വം ദൈവജനമേ മറുപടി പറയേണ്ടി വരും. ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ല. അവിടെ ചെല്ലുമ്പോൾ നിന്റെ ഹൃദയത്തെ കാണുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് നാം അങ്ങോട്ട് പോകാത്തത്. ഹൃദയം ശുദ്ധീകരിക്കാൻ, പാപവഴികളെ വിടാൻ, ദൈവം തന്നതായിരിക്കുന്ന കൽപ്പനകളെ ശിരസാവഹിക്കുവാൻ, ദൈവത്തിനു വേണ്ടി ദൈവവചനം അനുസരിക്കുന്നവരായി തീരുവാൻ നമുക്ക് പ്രതിജ്ഞാബദ്ധരാകാം. ദൈവത്തോടുള്ള ബന്ധം എങ്ങനെയാണ് ആരംഭിച്ചത്?
യൂനിസ്, തീത്തോസ്. എങ്ങനെയാണ് നാം ദൈവത്തോട് ബന്ധപ്പെട്ടത്? ഉടമ്പടിയാലാണ്. ഉടമ്പടിയാൽ. എന്തായിരുന്നു ആ ഉടമ്പടി? രക്ഷിക്കപ്പെട്ട ആർക്കെങ്കിലും പറയാം എന്തായിരുന്നു ആ ഉടമ്പടി? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? യേശുവേ, നീ എൻ്റെ കർത്താവാണ്. എന്നിട്ട് ഇന്ന് ആരാ കർത്താവ്? നമ്മുടെ ജീവിതത്തിന്റെ കർത്തൃത്വം നമ്മൾ തന്നെയാണ് നടത്തുന്നത്. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ആത്മീയ കാര്യങ്ങൾ ചെയ്യും, ദൈവത്തിന് വേണ്ടി ജീവിക്കും, ദൈവത്തിന് വേണ്ടി കൊടുക്കും. ഇനി അടുത്ത ഭാഗത്തേക്ക് വരുമ്പോൾ നിങ്ങൾ കൊടുക്കുന്നതിനെ കുറിച്ച് പറയുന്ന അടുത്ത സന്ദേശത്തിലേ ഞാൻ പറയുന്നുള്ളൂ. ഇന്ന് എന്റെ സമയം തീർന്നു. എന്നാലും ഞാൻ ഒരു കാര്യം, ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ നാം കരുതേണ്ട ഒരു കാര്യം ഞാൻ എടുത്തു വച്ചിരിക്കുന്നത് കാണിക്കാൻ പോവാം. ഇന്ന് നാം ദൈവത്തിന് കൊടുക്കാൻ വന്നതാ. ആരാധന കൊടുക്കാൻ വന്നതാണ്, പ്രാർത്ഥിക്കാൻ വന്നതല്ല, ചോദിച്ചു മേടിക്കാൻ വന്നതല്ല. ദൈവത്തിന് ആരാധന അർപ്പിക്കാൻ വന്നു. അതിന്റെ കൂടെ നമ്മളൊരു സഞ്ചി വെച്ചിട്ട് കുറച്ച് പണവും ഇട്ടു. അതും ദൈവത്തിന് കൊടുക്കുന്നതാണ്. ദൈവത്തിന് കൊടുക്കുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കണോ, ഏറ്റവും മോശമായിരിക്കണം? ബെസ്റ്റ് ആയിരിക്കണം. ഈ ജനത്തോട് പ്രവാചകനിലൂടെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ രാജാവെങ്കിൽ എന്നോടുള്ള നിങ്ങളുടെ ബഹുമാനം എവിടെ? നിങ്ങൾ എന്താണ് എന്റെ മുൻപിൽ വരുമ്പോൾ കൊണ്ടുവരുന്നത്? നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ 1:8 നിങ്ങൾ കണ്ണുപൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല. നിങ്ങൾ മുടന്തും ദീനവും ഉള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല. അതിനെ നിന്റെ ദേശാധിപതിക്ക് കാഴ്ചവെക്കുക. അവൻ പ്രസാദിക്കുമോ, നിന്നോട് കൃപ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ബെസ്റ്റ് ആയിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടല്ലോ. ഞാൻ ഒരു സാധനം കാണിക്കാം, എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കണം. ഇത് തൊട്ടാല് കൈ കഴുകേണ്ടി വരും. നിങ്ങൾക്ക് കാണാവോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിന് മൂല്യമൊന്നുമില്ല. കുറച്ച് നാളുകളെ കൊണ്ട് നമ്മുടെ ഈ സ്തോത്രാഴ്ച സഞ്ചിയിൽ വന്ന ഇതാണ്. ആർക്കാ കൊടുത്തു? ദൈവത്തിന് കൊടുത്തതാണ്. ഇടുന്നതിൻ്റെ വലിപ്പത്തിൽ നാം ആർക്ക് കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ ആ ബോധ്യം നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ അതിലേക്ക് പിന്നീട് ഒരു സന്ദേശത്തിൽ വരാൻ, ഞാൻ അത് ഇന്നെന്ന് കാണിച്ച് ആമുഖം ഇട്ടതാണ്. ബാക്കി കാര്യങ്ങൾ ഞാൻ അടുത്ത സന്ദേശത്തിൽ പറയാം എന്നാഗ്രഹിക്കാൻ. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാൻ ഒരു ശ്രമം നടത്താം. നിങ്ങൾ ആത്മാർത്ഥമായി ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ മനസ്സുണ്ട് എങ്കിൽ ഒരു സ്റ്റെപ്പ് വെച്ചാൽ അപ്പോൾ ദൈവം നിങ്ങളുടെ കുറ്റങ്ങളും കുറവുകളും ക്ഷമിക്കാൻ തക്കവണ്ണം അവൻ നമ്മോട് വിശ്വസ്തനും നീതിമാനുമാണ്. നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നിങ്ങളോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം അവൻ വിശ്വസ്തനും നീതിമാനുമാണ്. മടങ്ങി വന്ന ആ മുടിയനായ പുത്രൻ അവൻ അപ്പനോട് പറയുവാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും പറയേണ്ടി വന്നില്ല. അപ്പൻ അതെല്ലാം ക്ഷമിച്ചു. അവൻ മടക്കത്തിന് വേണ്ടി, മടങ്ങി വരുവാൻ വേണ്ടി അവനിൽ അങ്കുരിച്ചതായിരിക്കുന്ന ആ ആദ്യ ചിന്ത, അവനിൽ വരുത്തിയ സുബോധം, അവന്റെ തിരിച്ചറിവ്, പന്നി തിന്നുന്ന ആഹാരം പോലും കിട്ടാതെ ഞാൻ ഇവിടെ ചാകുകയാണ്, എന്റെ അപ്പന്റെ ഭവനത്തിൽ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുകയാണ്. തിരിച്ചറിവ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായത്തിൽ പറയാം, ശരിയായിരിക്കുന്ന ദൈവസ്നേഹത്തിൽ നാം നിറയുമ്പോൾ നിങ്ങൾ ഭേദാഭേദങ്ങളെ തിരിച്ചറിയുവാൻ ഇടയായി. അതുകൊണ്ട് കർത്താവിനെ ഭയത്തോടെ ഉൾക്കൊള്ളുവാൻ, കർത്താവിന്റെ കൽപ്പനകൾ ഏതേത് എന്ന് തിരിച്ചറിയുവാൻ നമുക്കിടയായി തീർന്നാൽ നമ്മുടെ ജീവിതം തന്നെ പാടെ മാറ്റപ്പെടും. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് ബൈബിൾ ഒരു സന്ദേഹത്തിനും ആവശ്യമില്ലാതെ പറയുന്നൊരു വാക്യമാണ് 2 കൊരിന്ത്യർ 5:17. എന്താ?
ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയതെല്ലാം കഴിഞ്ഞുപോയി, ഇതാത് പുതുതായി തീർന്നിരിക്കുന്നു. നമ്മൾ ജീവിതത്തിൽ മാറ്റമല്ലോ വന്നിട്ടുണ്ട്. പലപ്പോഴും ഈ രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കാറ് രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ള ജീവിതം കൊണ്ടാണ് വെളിപ്പെടുത്തുന്നത്. പുതിയ സൃഷ്ടിയായിട്ടുണ്ടോ? അത് എന്റെ മിടുക്കല്ല. രക്ഷിക്കപ്പെട്ടു കഴിയുമ്പോൾ എന്നിൽ ദൈവം നിവർത്തിക്കുന്നതാ. അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അപ്പോൾ ഏറ്റുപറഞ്ഞിട്ടും സ്നാനപ്പെട്ടിട്ടും കർത്തൃമേശ ആചരിച്ചിട്ടും മാറ്റം വരുന്നില്ലെങ്കിൽ ദൈവ പൈതലായി തീർന്നിട്ടുണ്ടോ, രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പലവട്ടം ചിന്തിച്ചോളുക. അല്ലെങ്കിൽ നരകത്തിൽ പോവും. അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമില്ല. അങ്ങനെ ചതി പറ്റരുത്. കർത്താവ് വരാറായി. അവന്റെ കാഹളം കേൾക്കുന്ന സമയത്ത് ആരാ ഉയർത്തെഴുന്നേൽക്കുന്നത്? ക്രിസ്തുവിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും. ആരാ രൂപാന്തരപ്പെടുന്നത്? ക്രിസ്തുവിൽ വിശ്വസിച്ച് ജീവിച്ചിരിക്കുന്നവർ മാത്രം. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് ചിന്തിക്കുക. രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മടങ്ങി വരേണ്ട മേഖല ഏതൊക്കെയെന്ന് ചിന്തിക്കുക. മടങ്ങി വരേണ്ടിയ എല്ലാ ഇടങ്ങളിലും ദൈവത്തിങ്കലേക്ക് മടങ്ങി വരിക. ബാക്കി കാര്യമൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാവും. ദൈവവുമായുള്ളതായിരിക്കുന്ന നമ്മുടെ വ്യക്തിപരമായ ബന്ധം ഊഷ്മളമായി തീർന്നാൽ ആരും പറയേണ്ടതില്ല ആരാധനയ്ക്ക് നേരത്തെ വരണമെന്നോ, ആരാധനയ്ക്ക് സ്തോത്രം ചെയ്യണമെന്നോ, ആരാധനയ്ക്ക് നീ ദൈവത്തിന് അർപ്പിക്കണമെന്ന് ആരും നിന്നെ നിർദ്ദേശിക്കേണ്ടി വരികയില്ല. നിർദ്ദേശിക്കേണ്ടി വരുന്നതിന്റെ കാരണം നമ്മൾ ആലോചിച്ച് കണ്ടെത്തണം. ഉന്തി മരം കയറ്റിയാൽ കൈവിടുമ്പോൾ താഴോട്ട് പോകും. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ നേതൃത്വത്തിൽ നിന്ന് ഉന്തി മരം കയറ്റുന്ന ഒരു ശ്രമവും ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിന്ന് വരും. അതെന്നും നടക്കില്ല. അതങ്ങനെ ചെയ്തിട്ട് കാര്യവുമില്ല. നാം ഉണരണം. ഉണർന്ന് കർത്താവിന് വേണ്ടി ജീവിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ ചിന്തകൾ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ, മടങ്ങി വരേണ്ടുന്ന ഏതൊക്കെ മേഖലകളിൽ ഞാൻ ആയിരിക്കുന്നു എന്നുള്ളത് തിരിച്ചറിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇരമ്യാവ് പ്രാർത്ഥിച്ചതിൽ ഒരു കാര്യം, പണ്ടത്തെ പോലെ നല്ല കാലം ഞങ്ങൾക്ക് മടങ്ങി വന്നാൽ, ദൈവത്തിന്റെ ജനം ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ ദൈവജനം ആദ്യ നൂറ്റാണ്ടിൽ അനുഭവിച്ചതായിരിക്കുന്ന ഏകമനസ്സും സന്തോഷവും നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ദൈവകൃപയിൽ ആശ്രയിക്കാം. ദൈവം നമ്മെ